എല്ലാവർക്കും നമസ്കാരം. ഗോഥെ പാത്വേസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങുകയാണല്ലേ? കൊള്ളാം. ഒരു സംഭാഷണം തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺസിനെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ഈ വാക്കുകളില്ലാതെ നിങ്ങൾക്ക് എന്റെ പേര് ഇതാണ് എന്ന് പറയാനോ അല്ലെങ്കിൽ അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. ഇത് ശരിക്കും ജർമ്മൻ ഭാഷയുടെ ഒരു താക്കോലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പേഴ്സണൽ പ്രൊനൗൺസ് അല്ലെങ്കിൽ സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു സെന്റൻസിൽ ഒരാളുടെ പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, അതാണ് ഈ സംഭവം. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഞാൻ, നീ, അവൻ, അവൾ, അവർ എന്നൊക്കെ. അതൊക്കെ തന്നെയാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ശരി, ജർമ്മനിലെ ഈ പ്രൊനൗണുകൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മൂന്നേ ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ നിയമം, ജെൻഡർ വളരെ പ്രധാനമാണ്. അതായത് അവൻ, അവൾ, അത് എന്നതിനൊക്കെ ജർമ്മനിൽ കൃത്യമായ വാക്കുകളുണ്ട്. എർ, സി, എസ്. ഇനി രണ്ടാമത്തെ നിയമം, ബഹുമാനം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ദു എന്ന് പറയാം, പക്ഷെ മുതിർന്നവരോടോ അപരിചിതരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സി എന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി മൂന്നാമത്തെ നിയമം, ഈ ബഹുമാനം കാണിക്കാൻ ഉപയോഗിക്കുന്ന സി ഉണ്ടല്ലോ, അത് വാചകത്തിന്റെ എവിടെ വന്നാലും ആദ്യത്തെ അക്ഷരം ആ എസ് എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഇത് മറക്കല്ലേ. ശരി, അപ്പോൾ നമുക്ക് വാക്കുകളിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം ഒരാളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതായത് സിംഗുലർ ഫോംസ് നോക്കാം. ഓക്കെ, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഇഹ്, അതിന്റെ ഉച്ചാരണം ഇഹ് എന്നാണ്. തൊണ്ടേന്ന് വരുന്നൊരു സൗണ്ട്. ഇനി നീ എന്ന് നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയില്ലേ, അതിന് ഡു, ഡു. അവൻ എന്നതിന് ഏയ, ഏയ. അവൾ എന്നതിന് സി, സി. പിന്നെ അത് എന്നതിന് എസ്, എസ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കാം, അതായത് പ്ലൂരൽ ഫോംസ്. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നതിന് വീർ എന്ന് പറയും. ഇനി ഇയർ, ഇത് നിങ്ങളെല്ലാവരും എന്ന് കൂട്ടുകാരോടൊക്കെ പറയാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സി, ഇതിനർത്ഥം അവർ എന്നാണ്. അവസാനം നമ്മുടെ ആ പ്രധാനപ്പെട്ട വാക്ക് വീണ്ടും വരുന്നു, ക്യാപിറ്റൽ എസ് ഉള്ള സി, സി. ഇത് ബഹുമാനത്തോടെ ഒരാളോട് താങ്കളെന്ന് പറയാനും ഒന്നിലധികം ആളുകളോട് നിങ്ങളെന്ന് പറയാനും ഉപയോഗിക്കാം. അപ്പോൾ വെറുതെ വാക്കുകൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈഷ് ബിൻ സ്റ്റുഡന്റ് എന്ന് പറയാം. വളരെ സിമ്പിൾ. ഇതിൽ ഈഷ് ആണ് ഞാൻ. ഇനി ഒരു ഫ്രണ്ടിനോട് നീ എന്റെ സുഹൃത്താണ് എന്നെങ്ങനെ പറയും? ദു ബിസ്റ്റ് മൈൻ ഫ്രോയിൻഡ്. ഓർമ്മയുണ്ടല്ലോ, ദു നമ്മൾ കൂട്ടുകാരോടാണ് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള ഒരു സാഹചര്യം. താങ്കൾ ബെർലിനിലാണ് താമസിക്കുന്നതെന്ന് പറയണമെങ്കിൽ നമ്മൾ സി വോണൻ ഇൻ ബെർലിൻ എന്നുപയോഗിക്കണം. കണ്ടില്ലേ, ആ എസ് ഇവിടെയും ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി നമുക്കൊരു സെന്റൻസ് എടുത്തൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കിയാലോ. വാചകം ഇതാണ്, എയറിസ്റ്റ് നെറ്റ്. ഇതിന്റെ അർത്ഥം അവൻ നല്ലവനാണ് എന്നാണ്. ഇവിടെ എയർ ആണ് നമ്മുടെ പ്രൊനൗൺ, അതായത് ഈ വാചകത്തിലെ സബ്ജക്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആകുന്നു എന്നർത്ഥം വരുന്ന വേർബ്. നെറ്റ് എന്നാലോ നൈസ് അല്ലെങ്കിൽ നല്ലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന വാക്ക്, അതായത് ഒരു ആഡ്ജക്റ്റീവ്. ശരി, ജർമ്മൻ പഠിക്കാൻ തുടങ്ങുന്ന മിക്കവാറും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വാക്കുണ്ട്. അത് സി ആണ്. കാരണം എന്താണെന്നറിയോ? ഈ ഒരൊറ്റ വാക്കിന് 3 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഇത് കണ്ടാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. സ്മോൾ ലെറ്റർ എസ് വെച്ച് തുടങ്ങുന്ന സിക്ക് 2 അർത്ഥം വരാം. ഒന്ന് അവൾ, 2 അവർ. അതേസമയം ക്യാപിറ്റൽ എസ് വെച്ച് തുടങ്ങുന്ന സിക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് ബഹുമാനത്തോടെ പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് ക്ലിയർ ആവും. സി ഈസ്റ്റ് ഷോൺ എന്ന് പറഞ്ഞാൽ അവൾ സുന്ദരിയാണ്. സി സ്പീലൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോൾ കളിക്കുന്നു. വെർസിൻ സി എന്ന് ചോദിച്ചാൽ താങ്കൾ ആരാണ് എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയൊരു സംശയം വരും, അല്ലേ? സ്മോൾ ലെറ്റർ സി കേൾക്കുമ്പോൾ അത് അവളാണോ അവറാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനൊരു എളുപ്പവഴിയുണ്ട്. അതിൻ്റെ കൂടെ വരുന്ന വേർബ് അഥവാ ക്രിയ നോക്കിയാൽ മതി. സിമ്പിളായി പറഞ്ഞാൽ സി എസ്റ്റ് എന്ന് കേട്ടാൽ അത് ഷീ എസ്, അതായത് അവൾ ആകുന്നു എന്നാണ്. എന്നാൽ സി സിൻഡ് എന്ന് കേട്ടാലോ, അത് ദേ ആർ അഥവാ അവർ ആകുന്നു എന്നാണ്. അപ്പോൾ ക്രിയയാണ് നമ്മുടെ ക്ലൂ. ശരി, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? എല്ലാം ഓർമ്മയുണ്ടോന്ന് നോക്കാൻ ഒരു ചെറിയ ക്വിസ് ആയാലോ? റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഞാൻ എന്നതിന്
ജർമ്മനിൽ എന്തു വാക്കാണ് ഉപയോഗിക്കുക? കുറച്ച് സമയം തരാം. അതെ, ഉത്തരം ഇക്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മുതിർന്ന ഒരാളോട് ബഹുമാനത്തോടെ താങ്കൾ എന്ന് പറയാൻ ഏതു വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ആ ഗോൾഡൻ റൂൾ ഓർത്തുനോക്കൂ. കിട്ടിയോ? ശരിയുത്തരം ക്യാപിറ്റൽ എസ് ഉള്ള സി. ഇനി അവസാനത്തെ ചോദ്യം. അവൻ എന്നതിന് ജർമ്മനിൽ എന്താ പറയാ? യെസ്, ഈർ. കൊള്ളാം, എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊനൗണുകൾ എന്ന് പറയുന്നത് പേരിന് പകരം ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. രണ്ട്, ആ 3 ഗോൾഡൻ റൂൾസ് എപ്പോഴും ഓർമ്മ വേണം: ജെൻഡർ, ബഹുമാനം, പിന്നെ ക്യാപിറ്റലൈസേഷൻ. മൂന്നാമതായി, ആ 3 സീകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള സൂചന എപ്പോഴും അതിന്റെ കൂടെയുള്ള വേർബിലുണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജർമ്മൻ സെന്റൻസിലെ സബ്ജക്റ്റ്, അതായത് കർത്താവിനെ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഒരു വേർബ്, ഒരു ക്രിയ മാത്രം മതി. ഇഷ് ബിൻ, അതായത് ഞാനാകുന്നു, അല്ലെങ്കിൽ ദു ഹാസ്റ്റ്, നിനക്ക് ഉണ്ട്. ഈ വിടവ് നികത്താൻ ഏത് വേർബ് ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ജർമ്മൻ സംഭാഷണം തുടങ്ങാൻ പോകുന്നത്? ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജർമ്മൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ്.